ത്രെഡ് പൊട്ടിപ്പോകുന്നതിനുള്ള 5 കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ഇതാണ് നീഡിൽ ഡാമേജ്. അതായത് നമ്മുടെ സൂചിയുടെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, എൻഡ് ഷാർപ്പല്ലാതെ ബെൻഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അറ്റം വളഞ്ഞിരുന്നാലും തയ്യൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ത്രെഡ് ടെൻഷൻ കറക്റ്റ് അല്ല നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ത്രെഡിൻ്റെ ടെൻഷൻ അത് നമുക്ക് കറക്റ്റ് ഒരു നമ്പരോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആ സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ച് തയ്യൽ നന്നായിട്ട് വരും. അത് നമ്മളൊരു തുണി എടുത്ത് ഒന്നുകിൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. സ്റ്റിച്ച് നല്ലപോലെ വീഴുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ഇനി മൂന്നാമത്തതാണ് നീഡിൽ പ്ലേസ്മെൻറ്റ്. നീഡിലിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അതായത് മുകളിൽ നീഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് പൊസിഷനാണോ എന്ന് നോക്കണം. താഴോട്ടത് ഇറക്കുമ്പോൾ, അതായത് നീഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ സൈഡിൽ നമ്മുടെ ഫുട്ടിലോ നീഡിൽ പ്ലേറ്റിൻ്റെ വശങ്ങളിലോ തട്ടാതെ ശ്രദ്ധിക്കുക. സ്മൂത്തായിട്ട് താഴോട്ടും മേലോട്ടും പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് സ്റ്റിച്ചിങ് റെഗുലേറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഫാബ്രിക്കിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ഈ റെഗുലേറ്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആയിട്ടുള്ള നെറ്റ്, ഷിഫോൺ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിത് സ്റ്റിച്ചിങ് റെഗുലേറ്റർ 2-നും 2.5-നും ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ മീഡിയം ടൈപ്പ് മെറ്റീരിയൽ വരുമ്പോൾ 3-ൽ അഡ്ജസ്റ്റ് ചെയ്യണം. മീഡിയം ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോട്ടണൊക്കെ. പിന്നെ അതേപോലെ തിക്കായിട്ടുള്ള ഫാബ്രിക്, നമ്മൾ ഡെനിം ജീൻസൊക്കെ പോലുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അത് വരുമ്പോൾ 3.5-ൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ ത്രെഡ് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ത്രെഡ് ചെക്ക് ചെയ്യുക. ത്രെഡിൻ്റെ ക്വാളിറ്റി അത് നഷ്ടപ്പെട്ടതായിരിക്കും. അതിന് കാരണം ക്വാളിറ്റി ഇല്ലാത്ത ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാനീ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും കൊണ്ടായിരിക്കും ത്രെഡ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.